വഖഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മുനമ്പത്തുകാരെയാണ്. സത്യത്തിൽ അവർക്കൊപ്പം കേന്ദ്രം നിൽക്കുന്നു വഖഫിന് തിരിച്ചടി എന്നുള്ളതാണ്. ആരുടെ സ്വത്തും ഞങ്ങൾക്ക് സ്വന്തമാക്കാം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് എന്നുള്ള വഖഫിൻ്റെ ധാർഷ്ട്യത്തിന് കിട്ടിയ അടിയാണ് കേന്ദ്രത്തിൻ്റെ ഈ ബില്ലിൻ്റെ അംഗീകാരം എന്ന് പറയുന്നത്. എന്താണ് മാഷിന് ഈ ബില്ല് അംഗീകരിക്കുമ്പോൾ തോന്നുന്നത്? അല്ല, കേന്ദ്ര മന്ത്രിസഭ ഇന്ന് വഖഫിൻ്റെ നിയമ ഭേദഗതികൾ നടത്തി പുതിയ തരത്തിലുള്ള ബില്ല് കൊണ്ടുവന്ന് അത് അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് അംഗീകരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ വിഷയം മുൻപം വിഷയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ. മുൻപത്ത് അങ്ങനെ പ്രശ്നമുണ്ടായ സമയത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്തത് മുൻപത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. കാരണം വഖഫ് ഭൂമിയാണ് എങ്കിൽ അത് ഒരിക്കലും ഇതുപോലെ ആളുകൾക്ക് ക്രയവിക്രയം ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല. അത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള വാദമാണ് നമ്മളന്ന് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ വഖഫിൻ്റെ ഒരു സംരക്ഷണ സമിതി പോയി ഹൈക്കോടതിയിൽ കടലാസ് കൊടുക്കുകയും ഹൈക്കോടതി അതിൽ തെറ്റായിട്ടുള്ള രീതിയിൽ, കോടതികൾ തെറ്റും ശരിയൊക്കെ പലപ്പോഴും പ്രകടമാക്കാറ്, തെറ്റായിട്ടുള്ള രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ആ വഖഫിൻ്റെ ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ താമസിക്കുന്ന 600-ലധികം കുടുംബങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഗതികിട്ടാത്ത ജീവിതമായി മാറിക്കഴിഞ്ഞിരിക്കുക. അതൊരു ശരിയല്ല ആ പ്രവൃത്തി എന്നുള്ളത് നമ്മളന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. പിന്നീട് അതിൻ്റെ ഇത് രാഷ്ട്രീയമൊക്കെ വന്ന് അത് BJP ഏറ്റെടുത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി. പിന്നീട് നമ്മൾ കേരളത്തിലെ മതിലുകളിലൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെ എന്ന് പറഞ്ഞ് SDPIയുടെ പോസ്റ്ററുകൾ കാണാം. ഇത് ചുമ്മാ ഒരു വർഗീയ പ്രശ്നമാക്കി മാറ്റി അവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പരിഹാരമില്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന തരത്തിൽ ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഭേദഗതി ചെയ്ത് അവതരിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ജീവിതം നയിക്കുകയും അവർ നൽകുന്നതായിട്ടുള്ള ഭൂമി, ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഭൂമി, ആ ഭൂമി മാത്രമാണ് വഖഫ് ഭൂമിയായിട്ട് മാറാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിനകത്തൊരു ക്ലോസ്. ബാക്കിയുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ വഖഫ് ബില്ലിന്, പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി എന്നുള്ളതാണ്. ഇതോടെ ബജറ്റ് സമ്മേളനത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ബിൽ പാർലമെൻറ്റിന് മുന്നിലെത്തും. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിൻ്റെ പേര് മാറ്റുന്നതും അടക്കമുള്ള BJP അംഗങ്ങളുടെ 14 ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതിയ ബില്ല്. ഈ 14 മാറ്റങ്ങളാണ് ബില്ലിൽ പറയുന്നത്. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാകൂ എന്ന വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുകൂടാതെ നിയമപരമായി അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാകൂ എന്ന വ്യവസ്ഥയുമുണ്ട്. വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും ഇത് അപ്ലോഡ് ചെയ്യണം. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യരായ ആർക്കും വരാം. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം. വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ഈ വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത്. തടഞ്ഞു വെക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്ന അർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതെന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കുമെന്നും ചുരുക്കം.
വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വഖഫിൽ അവകാശമുണ്ടായിരിക്കില്ല. 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു. ഈ നിയമം റദ്ദാക്കി 95 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം പാസാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. എന്തായാലും വഖഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് മുദ്രയടിക്കപ്പെട്ടാൽ പിന്നീട് അതിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഈ പുതിയ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് തർക്കമുണ്ടെങ്കിൽ, നമുക്ക് അവകാശത്തിനുള്ള രേഖയുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ കോടതിയെ സമീപിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു സിവിൽ പ്രൊസീജിയറിൽ വളരെ ഗുണകരമായി മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. വഖഫിൻ്റെ പുതിയ നിയമം പഴയ കാലത്തുണ്ടായിരുന്ന പല സങ്കീർണതകളെയും ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. കാരണം എല്ലാ വിഷയങ്ങളും പലപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് ഒന്നിലെ പാർട്ടിസൺ പൊസിഷനിൽ നിന്നുണ്ടായിരിക്കും. എന്നുവെച്ചാൽ ഏത് പാർട്ടി എന്ന് നോക്കി BJP ഒരു കാര്യം കൊണ്ടുവന്നാൽ ബാക്കിയെല്ലാ പാർട്ടികളും അതിനെ എതിർക്കുന്നു, CPI ഒരു കാര്യം കൊണ്ടുവന്നാൽ ബാക്കി എല്ലാവരും എതിർക്കുന്നു, കോൺഗ്രസ് കൊണ്ടുവന്നാൽ ബാക്കി എല്ലാവരും എതിർക്കുന്നു. ഇത്തരത്തിലുള്ള പാർട്ടിസൺ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അങ്ങനെ വെച്ച് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. കാരണം നമുക്കറിയാം, മുൻപും വിഷയം മാത്രം മതി. ആ ഒരു വിഷയത്തിൽ നിസ്സഹായമായി നിൽക്കുകയാണ് ചെയ്യുന്നത് നിരവധി കുടുംബങ്ങൾ എന്ന് പറയാം. അതിന് പരിഹാരമില്ലാത്ത രീതിയിൽ എല്ലാ ദിവസവും അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ വന്ന് പ്രസംഗിക്കുമെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊരു കാര്യം നടക്കുന്നില്ല. പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ തന്നെ അത് നിർത്തിവെക്കേണ്ടത് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പോഴും തീർന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ആധാരം കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യമായിട്ടില്ല, നിയമപരമായിട്ടുള്ള അതിന് സാധുത ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലേ അവർക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന കുറേ മനുഷ്യരവിടെയുണ്ട്. അതിലൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് പുതിയ നിയമ ഭേദഗതി കഴിയും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വിഷയം അവർക്ക് എന്ത് ചെയ്യാം, കോടതിയുടെ മുന്നിൽ പറയാം. ഇന്നതാണ് കാര്യം, ഞങ്ങൾ ഇന്ന രീതിയിൽ ഈ ഭൂമി ക്രയവിക്രയം ചെയ്ത് ഞങ്ങളുടെ ഉടമസ്ഥതയിലെ എടുക്കുകയും ഞങ്ങളിവിടെ പുരവെച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്നത് കോടതിയിൽ അവർക്ക് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരവസരം പുതുതായിട്ടുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. 2 വർഷം കഴിഞ്ഞാൽ പോലും അവർക്ക് അങ്ങനെ കേസുമായി കോടതിയുടെ മുന്നിൽ ചെല്ലാം. തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയും. മാത്രമല്ല, വഖഫ് ഭൂമി എന്താണ് എന്നതിൻ്റെ ഒരു വ്യക്തത ഇതിനകത്ത് ലഭ്യമായിട്ടുണ്ടല്ലോ. ജീവകാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഭൂമി മാത്രമാണ് വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. വളരെ നല്ല കാര്യം. അങ്ങനെ കരുതപ്പെടുന്നതായിട്ടുള്ള ആ ഭൂമി പലപ്പോഴും ഉപയോഗിക്കപ്പെടേണ്ടത് ഖബർസ്ഥാൻ എന്നുവെച്ചാൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതായിട്ടുള്ള പ്രദേശങ്ങൾ, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവയൊക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് ആ ഭൂസ്വത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടത് എന്ന കൃത്യത കൂടി അതിൻ്റെ അകത്ത് വളരെ വ്യക്തമാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ ഈ കാര്യങ്ങൾ കാണും. അവ്യക്തതയും അതേപോലെ തന്നെ ആർക്കും ഇടപെടാൻ പറ്റാതിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും ഗുണകരമല്ല. എല്ലാം നമ്മളുടെ ഭരണഘടനയുടെ സംവിധാനങ്ങളിലേക്കും നിയമവ്യവസ്ഥയിലേക്കും വന്നു കയറുന്നതാണ് എപ്പോഴും നല്ലത്. ഈ വഖഫ് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം ഭൂമി പോലെയുള്ളൊരു സംഭവമാണ് ശരിക്കും. പക്ഷേ ദേവസ്വം ഭൂമി സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ വഖഫ് ഭൂമി സംബന്ധിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് പോകുന്നു. അതാണ് വിഷയം.